ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിഷു ആശംസകൾ. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് യോഗവും സിദ്ധിയും അല്പം മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത്, എനിക്കു നിന്നിലുറ്റ ഭക്തി ഉത്ഭവിച്ചിതെങ്കിലോ സഹസ്ര കോടി ജന്മം ഇങ്ങെടുക്കിലും ഗണിച്ചിടാ. ദരിദ്രനാകിലെന്തു ഞാൻ അശുദ്ധനാകിലെന്തു നിൻ പെരുത്ത ദൈന്യം എന്നിൽ വേണം അന്യബന്ധുവില്ലമേ. നമുക്ക് അന്യതായി ഒരു ബന്ധുക്കളും ഇല്ല അമ്മേ ദേവി. എനിക്ക് നിന്നിലുറ്റ ഭക്തി, അമ്മയിൽ അത്രത്തോളം പെരുത്ത എന്താ വേണം ഭക്തി, പ്രേമമാകുന്ന ഭക്തി ഉത്ഭവിച്ചതെങ്കിലോ എങ്കിലെന്ത് വരും? അമ്മയുടെ ആ പെരുത്ത സ്നേഹവും ആ വാത്സല്യവും ആ എന്താ പറയുക പെരുത്ത ഭക്തി അമ്മയിൽ എനിക്ക് വന്നാൽ എന്ത് സഹസ്ര കോടി. അപ്പം ഉറ്റ ഭക്തി അമ്മയിൽ വരുമ്പോൾ നമുക്ക് വേറൊന്നും വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ സഹസ്ര കോടി ജന്മം ഇങ്ങെടുക്കലും എനിക്ക് ഒരു പ്രയാസമില്ല ഗണിച്ചിടാ. എന്നാൽ പിന്നെന്താ, ഞാൻ ദരിദ്രനാകിലെന്താണ് അശുദ്ധനാകിലെന്താ, എനിക്ക് അതിലെങ്ങും ഒരു പ്രയാസമില്ല. ഞാൻ ദരിദ്രനായിക്കൊള്ളട്ടെ, ഞാൻ അശുദ്ധനായിക്കൊള്ളട്ടെ, എനിക്ക് എന്താ വേണ്ടേ? അമ്മയിൽ പെരുത്ത ഭക്തി വേണം. അതിനു വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അതുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഭയക്കണ്ട. ആ പെരുത്ത സ്നേഹമാകുന്ന പ്രേമമാകുന്ന ഭക്തി അമ്മയിൽ ആ ദേവിയിൽ വന്നാൽ നമുക്ക് അമ്മയുടെ ദൈന്യം ആ ദയവ് നമ്മളിലേക്ക് വരും. അയ്യോ എൻ്റെ മകൻ ദരിദ്രനായാലെന്താ, നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന അമ്മയിൽ വന്നാൽ അപ്പോൾ അവിടെ നമുക്ക് മറ്റൊന്നും പ്രശ്നമല്ല. ദരിദ്രനായാലും കുഴപ്പമില്ല, അശുദ്ധനായാലും കുഴപ്പമില്ല. എനിക്കെന്താ നമുക്ക് വേണ്ടേ? അമ്മയിൽ പ്രേമമാകുന്ന ഭക്തി മതി അമ്മേ. വേറൊന്ന് ഞാൻ എത്ര ജന്മ വേണേലും ഞാൻ എടുത്തോളാം. അതുകൊണ്ട് എനിക്ക് നിന്നിലുറ്റ ഭക്തി ഉത്ഭവിച്ചതെങ്കിലോ സഹസ്ര കോടി ജന്മം ഇങ്ങെടുക്കലും ഗണിച്ചിടാ. ദരിദ്രനാകിലെന്ത് ഞാൻ അശുദ്ധനാകിലെന്ത് നിൻ പെരുത്ത സ്നേഹം അത് പെരുത്ത ദൈന്യം എന്നിൽ വേണം അന്യബന്ധുവില്ലമേ. എനിക്ക് ആരും തന്നെ ബന്ധുക്കളായില്ല എനിക്ക് അമ്മയല്ലാതെ. എനിക്ക് ദേവി ആ മഹാശക്തി പരാശക്തി അമ്മയാകുന്ന ആ ദേവി അല്ലാതെ എനിക്ക് അന്യതായ ബന്ധുക്കൾ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അമ്മയുടെ ദയവ് എന്നിലേക്ക് വേണം. എനിക്ക് പെരുത്ത ഭക്തി അമ്മയിൽ വേണം. അതാണ് ഒരു ഭക്തൻ പ്രാർത്ഥിക്കേണ്ടുന്നത്. നമുക്ക് പരമാത്മാവിൽ നിന്ന് അത്രത്തോളം നമ്മളിലേക്ക് അവിടുത്തെ ദയവ് കാരുണ്യം ഇതൊക്കെ നമ്മളിലേക്ക് ഒഴുകണം. അപ്പോഴാണ് നമുക്ക് അപ്പം പിന്നെ നമുക്ക് ഭയക്കേണ്ട വിഷമിക്കേണ്ട. സ്വന്തം മക്കളായി തീർന്നു കഴിഞ്ഞു. പിന്നെ എന്താ ഭയക്കാനുള്ളത്? എത്ര ജന്മം എടുത്താലെന്താ, നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് എത്രമാത്രം ദരിദ്രനായാലെന്താ, കാരണം അമ്മ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ നമുക്കത് ഭയക്കുന്നത്? അതുപോലെ തന്നെ നമുക്ക് അന്യതായ ബന്ധുക്കൾ ആരും തന്നെ ഇല്ല താനും. അപ്പോൾ അശുദ്ധനായാലെന്താ, ഞാൻ ദരിദ്രനായാലെന്താ, എനിക്ക് ആരാ കൂടെ ഉള്ളത്? അമ്മയുണ്ട്, ദേവിയുണ്ട്. അപ്പോൾ അമ്മയിൽ നിന്ന് പെരുത്ത ദൈന്യം അത്ര ദയവോടുകൂടിയ അമ്മ നമ്മളിലുണ്ടെങ്കിൽ പിന്നെ എന്ത് ഭയക്കാനാ ഒരു മക്കൾക്ക്? നമുക്കതാണ് ആവശ്യം. പെരുത്ത ഭക്തി നമുക്ക് അമ്മയിൽ വേണം. ഈശ്വരനിൽ നമുക്ക് പെരുത്ത ഭക്തി വേണം, പ്രേമമാകുന്ന ഭക്തി വേണം. അതിന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ വേണമെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് ഭയക്കാനില്ല. നമുക്ക് അടുത്ത ഖണ്ഡിക വായിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്. ശ്രീ മാതൃകാരുണ്യവിധൂതയെ നിൻ പാപ അന്ധകാരം മറയുന്ന കാലേ ജ്ഞാനപ്രദീപം വഴി കാട്ടിടും തേ നിർദ്ദിഷ്ട ദിക്കിൻ അമരപ്രവീര. ശ്രീ അമ്മയാണ് മാതാവ്. ഈ ഐശ്വര്യമായ ശ്രീ മഹാലക്ഷ്മി ഐശ്വര്യമായിരിക്കുന്ന ഈ അമ്മയുടെ കാരുണ്യമുണ്ടെങ്കിൽ നിൻ പാപാന്ധകാരം മറയുന്ന കാലേ. നമുക്ക് എപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ അന്ധകാരം മാറുന്നത്? അമ്മയിൽ നിന്ന് പെരുത്ത കാരുണ്യം നമുക്ക് വേണം. അപ്പം നമുക്ക് അത്രത്തോളം അമ്മയിൽ പ്രേമമാകുന്ന ഭക്തി ഉണ്ടെങ്കിൽ അമ്മയുടെ ദയ ഉണ്ടാകും. നേരത്തെ നമ്മൾ പറഞ്ഞു അമ്മയുടെ ദൈന്യം, ആ ഒരു ദയവോടുകൂടി ആ ഒരു സ്വന്തം മക്കളെന്നുള്ളൊരു രീതിയിൽ അമ്മയുടെ ദയവ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ആകും? നമുക്ക് എത്ര ജന്മം ജനിച്ചാലും ഒന്നുമില്ല, അമ്മയുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള. ഇപ്പം എന്താ പറയുന്നത് ഇതിനകത്ത്? ശ്രീ മാതൃകാരുണ്യം, അമ്മയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പാപാന്ധകാരം മറയുന്ന കാലേ. നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം അന്ധകാരങ്ങൾ നിറഞ്ഞിരിക്കുക, എന്തൊക്കെയാ ഒരുപാട് ദുഷിച്ച
ശത്രുക്കളാകുന്ന അന്ധകാരം, വെട്ടമില്ല, പ്രകാശമില്ല നമ്മുടെ ഉള്ളിൽ. ഈ അന്ധകാരം മൂടി ഹൃദയം മൊത്തം ഇരുന്നാൽ, അന്ധകാരം വെച്ചാൽ എന്താ? ശത്രുക്കൾ. നമ്മൾ പഠിച്ചിട്ടില്ലേ? കാമം, ക്രോധം, ലോഭ, മോഹ, മത, മാത്സല്യ, ഡംഭ, അഹങ്കാരങ്ങളായിരിക്കുന്ന അസൂയ, കുശുമ്പ്, ഇങ്ങനെയുള്ള ശത്രുക്കളോട് നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയമാണെങ്കിൽ നമുക്ക് അന്ധകാരം കൊണ്ട് മൂടി നിറഞ്ഞ് കവിഞ്ഞിരിക്കല്ലേ ഈ ദുഷിപ്പ്. അത് നമ്മളെ ഉള്ളിൽ നിന്ന് മാറണമെങ്കിൽ എന്ത് വേണം? അമ്മയുടെ കാരുണ്യം ഇങ്ങോട്ട് ഒഴുകണം. അപ്പോൾ ഇതെല്ലാം ഈ അന്ധകാരം മൊത്തവും പോയിട്ട് എന്ത് വരും? ജ്ഞാനപ്രദീപം, അറിവാകുന്ന പ്രകാശം, പ്രദീപം. അപ്പോൾ അമ്മയിൽ നിന്ന് അറിവാകുന്ന ആ പ്രകാശം ഉണ്ടെങ്കിൽ അത് നമ്മളെ എന്ത് കാട്ടിടും വഴി? നിർദ്ദിഷ്ട ദിക്കിന്, നമുക്ക് എവിടേക്കാണ് നമുക്ക് പോകേണ്ട വഴി? അതിന് പ്രകാശം ഉണ്ടെങ്കിലേ വഴി കാണാൻ പറ്റൂ. നമ്മൾ ഹൃദയം നിറച്ച് അഴുക്കിരുന്ന, മാലിന്യം ഇരുന്ന, അന്ധകാരം, പാപമാകുന്ന ഇരുട്ട് കയറി നിറഞ്ഞിരുന്നാൽ നമുക്ക് വഴി കാണാൻ പറ്റുമോ? നമ്മൾ കുറ്റാക്കുറ്റി ഇരുട്ടത്ത് സൂര്യപ്രകാശമോ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശമോ ഇല്ലെങ്കിൽ നമുക്ക് വഴി കാണാൻ പറ്റുമോ? കാരണം ഈ പ്രകാശം വരണമെങ്കിൽ, വഴി കാണണമെങ്കിൽ നമുക്ക് പ്രകാശം ഉള്ളിൽ വരണം. സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ പ്രകാശം രാത്രിയിലോ പകലോ നമുക്ക് വേണം. രാത്രി ചന്ദ്രൻ്റെ വേണം, അതല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ വേണം, അതല്ലെങ്കിൽ പകലാണെങ്കിൽ ആദിത്യൻ്റെ വെട്ടം വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വഴിയടക്കാൻ പറ്റും? അന്ധകാരം നിറഞ്ഞിരിക്കത്തില്ലേ? കൂരിരുട്ട് മാറുന്ന പ്രകാശം വരുന്ന എപ്പോഴാണ്? സൂര്യൻ ഉദിക്കുമ്പോഴാണ്. അതുപോലെ നമ്മുടെ ഹൃദയം നിറച്ചും ഇരുട്ടാണ്. ഇരുട്ടെന്ന് വെച്ചാൽ അറിവില്ലായ്മയായിരിക്കുന്ന അന്ധകാരം. അതിനെ മാറ്റണമെങ്കിൽ ജ്ഞാനപ്രദീപം ആര് തരണം? അമ്മ തരണം. അവിടുത്തെ കാരുണ്യം കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് അമ്മയുടെ കാരുണ്യം ഇങ്ങോട്ട് നിറഞ്ഞു വരും. അപ്പോൾ ഈ അന്ധകാരമായിരിക്കുന്ന ഇരുട്ട് മൊത്തവും അങ്ങ് ഒഴുകിപ്പോകും. അമ്മയുടെ കാരുണ്യം ഇങ്ങോട്ട് ഒഴുകുമ്പോൾ എങ്ങനെ ഒഴുകും? നമ്മുടെ ഭക്തിയും പ്രേമവും എല്ലാം അമ്മയിലേക്ക് വരുമ്പോൾ അമ്മയുടെ ദയവും കാരുണ്യവും എല്ലാം വർഷം പോലെ ഒഴുകി വരും, മഴ പോലെ ഒഴുകി വരും. അപ്പോൾ അഴുക്കാകുന്ന എല്ലാ മാലിന്യങ്ങളും കഴുകി പോകുമ്പോൾ അവിടെ എന്താ വരുന്നത്? പിന്നെ അകവും പുറവും പ്രകാശിക്കും, നമ്മുടെ ഉള്ളവും പ്രകാശിക്കും, നമ്മുടെ പുറവും പ്രകാശിക്കും. അത് ഈ ലോകം മൊത്തവും പ്രകാശം അമ്മയുടെ വെളിച്ചമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളവും പ്രകാശിക്കും. എങ്ങനെയാണ്? അഴുക്ക് മൊത്തം മാലിന്യമാകുന്ന ഹൃദയം നിറച്ചിരിക്കുന്ന അഴുക്ക്, പാപം, അന്ധകാരമായി നിറഞ്ഞിരിക്കുന്ന, ഇരുട്ട് കയറിയിരിക്കുന്ന അതെല്ലാം അമ്മയുടെ കാരുണ്യം ഉള്ളിലേക്ക് വരുമ്പോൾ, ഒഴുകുമ്പോൾ, മഴ പോലെ വർഷം, അതായത് മഴ പോലെ പൊഴിയുമ്പോൾ നമ്മുടെ അന്ധകാരം എല്ലാം, കൂരിരുട്ടെല്ലാം പോയിട്ട് പ്രകാശം ഒതുങ്ങി. എന്താ ഈ പ്രകാശം? അറിവാകുന്ന പ്രകാശം. ഈശ്വരൻ അറിവാകുന്നു. അപ്പോൾ ആ പ്രകാശമാണ് അറിവ്, ആ അറിവാണ് ഈശ്വരൻ. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്ത് വരും? ജ്ഞാനപ്രദീപം വഴി. നമുക്ക് എവിടേക്കാണ് പോകേണ്ട വഴി? നിർദ്ദിഷ്ട ദിക്ക്, ലക്ഷ്യം, പരമാത്മാവിലേക്കുള്ള ലക്ഷ്യം, പരമാനന്ദം അനുഭവിക്കാനുള്ള ആ ബ്രഹ്മാനന്ദാനുഭൂതിയിലേക്ക് പോകാനുള്ള വഴി. ആ വഴി കാട്ടണമെങ്കിൽ, വഴി നമുക്ക് തെളിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അന്ധകാരം പോകണം. കാരണം അഴുക്ക് നിറഞ്ഞ കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണാൻ പറ്റില്ല. അഴുക്ക് മാറിയെങ്കിൽ, നമ്മൾ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയാലേ നമുക്ക് മുഖം കാണാൻ പറ്റും. നമ്മുടെ മുഖം ഒരു കണ്ണാടിയിൽ നോക്കണമെങ്കിൽ കണ്ണാടി നിറച്ച് അഴുക്ക് നമ്മുടെ മുഖം തെളിഞ്ഞ് കാണുമോ? അപ്പോൾ ആ അഴുക്ക് മാറുന്നത് പോലെ ഹൃദയം വെടുപ്പാകണം. നമ്മുടെ ഹൃദയം ആ അഴുക്കെല്ലാം തുടച്ച് കളയണം, ഒഴുക്കി കളയണം. എങ്ങനെ കളയണം? നമ്മൾ തുണി വെച്ച് തുടയ്ക്കുന്നതിന് പകരം അമ്മയുടെ കാരുണ്യമാകുന്ന ആ അമൃതധാര നമ്മളിലേക്ക് ഒഴുകുമ്പോൾ ഈ അഴുക്ക്, ഈ ആ അന്ധകാരം മൊത്തം ഒഴുകിപ്പോകും. അപ്പോഴാണ് നമുക്ക് നിർദ്ദിഷ്ട ദിക്ക് ചെന്നെത്താൻ പറ്റും. അതിനുള്ള വഴിയാണ്, ആ വഴി, അവിടേക്ക് പോകേണ്ട വഴി നമുക്ക് തെളിഞ്ഞ് കിട്ടണമെങ്കിൽ അതാണ് ജ്ഞാനപ്രദീപം. ആ വഴി നമുക്ക് തെളിഞ്ഞ് കിട്ടണമെങ്കിൽ ആ പ്രകാശം നമ്മളിലേക്ക് വേണം. അതാണ് ജ്ഞാനപ്രദീപം വഴി കാട്ടിടും തേ നിർദ്ദിഷ്ട ദിക്കിന് അമരപ്രവീര. അങ്ങനെ വരുമ്പോൾ നമ്മൾ അമരനായി, അമരപ്രവീര എന്താ? നമ്മൾ അമരത്വം നേടിയെന്ന അർത്ഥം. അമ്മയിൽ ചേരുക, പരമാത്മാവിൽ ചേരുക, ആനന്ദം അനുഭവിക്കുക, ബ്രഹ്മാനന്ദാനുഭൂതി അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കാണ് അമരനായി തീരുക. അപ്പോഴേ അമരനാ, പിന്നെ ആരും നമുക്ക് ആ അമരത്വം തരണ്ട. അവിടെ അമരനായി കഴിഞ്ഞു. എങ്ങനെയാ? ആ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ അമരനായി കഴിഞ്ഞു. അപ്പോൾ എന്താ? അന്ധകാരം മൊത്തം ഒഴുകി പോയെങ്കിലല്ലേ അത് വരുത്തുള്ളൂ. അന്ധകാരം എല്ലാം പോകുമ്പോൾ നമുക്കുള്ള ആഗ്രഹങ്ങളാകുന്ന ഈ ലോക ചിന്തകളെല്ലാം ഒഴുകി പോകുന്നതിൻ്റെ അർത്ഥം. ഇതിലെങ്ങും യാതൊരു ഭ്രമവും കാണത്തില്ല. ഈ ലോകത്തിലേക്കെല്ലാം അന്ധകാരമാണ്. അതിൽ നിന്ന് കരകയറണമെങ്കിൽ വിദ്യയാകുന്ന അമ്മ നമ്മുടെ ഉള്ളിൽ വരണം, പ്രകാശം വരണം. അറിവാകുന്ന പ്രകാശം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് ഈ ലോകത്തിലുള്ള ഒന്നിൽ നമുക്ക് താല്പര്യമില്ല. നമ്മളെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്ത് ജീവിച്ചു പോകും. പക്ഷേ നമ്മുടെ ഉള്ള നിറച്ചെന്താ? പ്രകാശമായിരിക്കും. കാരണം അനുഭൂതി, ആ ബ്രഹ്മാനന്ദാനുഭൂതി നമ്മൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് സർവ്വം ചെയ്ത് ജീവിക്കുകയും ചെയ്യും.
എല്ലാവരുടെയും കണക്ക് നമ്മളെല്ലാം ചെയ്ത് ജീവിക്കുകയും ചെയ്യും, നമ്മൾ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും, രണ്ടും കിട്ടും. ഈ ലോകത്തിലുള്ള എന്താ നമുക്ക് ആവശ്യങ്ങൾ അതെല്ലാം നടന്നും പോകും, അതിലൊന്നും നമുക്കൊരു തടസ്സവും വരത്തില്ല. കാരണം അമ്മ അതിനാണല്ലോ നമുക്ക് ഈ പ്രപഞ്ചം എടുത്തേക്കുന്നത്. നമുക്ക് വേണ്ടുന്നത് എന്താ, നമുക്ക് വീട് വേണം, ധനം വേണം, നമുക്ക് ആഹാരം എല്ലാം നമുക്ക് വേണം, ഇതെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. അതിൽ നിന്ന് നമുക്ക് കരകയറുകയും ചെയ്യാം. അത് നമുക്ക് എപ്പോഴും പ്രായം കഴിഞ്ഞ് വരുമ്പോൾ അത് ദുഃഖമായി മാറും. ആ ദുഃഖത്തിൽ നിന്ന് കരകയറണമെങ്കിൽ നമ്മൾ എന്ത് വേണം, അതിൻ്റെ കൂടെ ആത്മീയമായ വെളിച്ചം നമ്മുടെ ഉള്ളിലായി വരണം. രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് പൂർണ്ണാനന്ദം അനുഭവിക്കാം. കാരണം ഈ ലോകത്തിലുള്ള സർവ്വതും എല്ലാം നമുക്ക് ജീവിതമാർഗ്ഗങ്ങളെല്ലാം അതാണല്ലോ, അത് കളയാൻ പറ്റത്തില്ല. അതിൽ നിന്നും കൊണ്ട് തന്നെ നമുക്ക് അറിവാകുന്ന ആ അമ്മയുടെ പ്രകാശം നമ്മളെ ഉള്ളിലോട്ട് ഒഴുകി വരുമ്പോൾ അന്ധകാരമായിരിക്കുന്ന അജ്ഞാനങ്ങൾ മൊത്തവും മാറ്റി നമുക്ക് പ്രകാശം ഉദിക്കപ്പോഴാണ് അകവും പുറവും പ്രകാശിക്കുന്നത്. നമ്മുടെ പുറമേയുള്ള പ്രകാശമുണ്ടാകും, നമ്മുടെ ഉള്ളിലും പ്രകാശം ഉണ്ടാകും. അതാണ് ഇതിപ്പോൾ ശ്രീമാതൃകാരുണ്യവിധൂതയെ നിൻ പാപാന്ധകാരം മറയുന്ന കാലേ ജ്ഞാനപ്രദീപം വഴികാട്ടിടും തേ നിർദ്ദിഷ്ടതയ്ക്കിന് അമരപ്രവീര. നമുക്ക് അടുത്ത കണ്ണി കൊണ്ട് വായിക്കാം. കാരുണ്യസൂന വരിഷം പൊഴിയും വരയ്ക്കും മായാപയോധി തരണത്തിന് നീ അശക്തൻ. കാരുണ്യമെന്നേ കഴിവില്ല ഒരു കാണി പോലും കർമ്മത്തിനെന്നറിയ പണ്ഡിതനാകിലെന്താ. എല്ലാവരും പഠിച്ച് പണ്ഡിതനാകും, പക്ഷേ പരമാത്മാവാകുന്ന ഈശ്വരൻ്റെ ആ അമ്മ ദേവിയുടെ അല്ലെങ്കിൽ പിതാവിൻ്റെ ആ കാരുണ്യ വരിഷം നമ്മളിൽ വരാതിരുന്നാൽ എന്താ ഫലം പണ്ഡിതനായിട്ട്? എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാം വേദങ്ങളെല്ലാം പഠിച്ച് പണ്ഡിതനാകും, പക്ഷേ പരമാത്മാവിൽ നിന്ന് ആ ഈശ്വരനിൽ നിന്നുള്ള കൃപ നമ്മളിൽ വന്നില്ലെങ്കിൽ പഠിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനേ. പക്ഷേ ആ കൃപയോടുകൂടിയുള്ള ആ അമ്മയിൽ നിന്ന് ഒഴുകുന്ന ആ കൃപ, ആ കാരുണ്യം, അത് വർഷം മഴ പോലെ നമ്മളിലേക്ക് ഒഴുകണം. അപ്പോഴാണ് നമുക്ക് അമ്മയുടെയും ആ പിതാവാകുന്ന ദൈവം ഈശ്വരൻ്റെ പരമാത്മാവിൻ്റെ ആ കൃപ നമ്മളിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ജീവൻ വരും. അല്ലെ ശക്തിയില്ല. പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ശക്തി വേണമെങ്കിൽ ആ അമ്മയാണ് ശക്തി സ്വരൂപിണി, ശിവശക്തി. അപ്പോൾ ആ ശക്തി നമുക്ക് വേണമെങ്കിൽ നന്നായി നമുക്ക് കൃപയോടുകൂടി നമുക്ക് പറയാൻ പറ്റും ഒരു ജീവൻ വേണ്ടി. അതുകൊണ്ട് എന്താ പറയുക, കാരുണ്യസൂന വരിഷം, കാരുണ്യമാകുന്ന ആ മഴ പോലുള്ള കാരുണ്യ വരിഷം, അത് വർഷം മഴ അതുപോലെ നമ്മുടെ ഉള്ളിൽ പൊഴിയും വരെ നമ്മളിലേക്ക് പൊഴിഞ്ഞു വരണം. മഴ പൊടിയുന്ന പോലെ നമ്മളിലേക്ക് ഒഴുകി വരണം അമ്മയുടെ കാരുണ്യം. ആ കാരുണ്യ ആ കൃപ നമ്മളിലേക്ക് വരണം. അല്ലെങ്കിൽ എന്താണ്, മായാപയോധി തരണത്തിന്, ഈ മായാ സംസാര സാഗരമാണ്, അതിൽ നിന്ന് കയറാൻ നമുക്ക് അശക്തനാണ്, നമുക്ക് കഴിവില്ല. നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ഈ ലോകചന്ദ്രനിൽ നിന്ന് കയറണമെങ്കിൽ വിദ്യയാകുന്ന മഹാപരാശക്തി നമ്മളിലേക്ക് ഉദിക്കുകയുള്ളൂ, പ്രകാശം വരത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ കാരുണ്യസൂന വരിഷം പൊഴിയും വരയ്ക്കും മായാപയോധി തരണത്തിന് നീ അശക്തൻ. നമുക്ക് തരണം ചെയ്യാൻ പറ്റത്തില്ല ഈശ്വരകൃപ ഇല്ലാതെ. അതുകൊണ്ട് നമ്മൾ അശക്തനായിപ്പോയി, ശക്തിയില്ലായ്മയായി പോകും. അതുകൊണ്ട് കാരുണ്യം എൻ്റെ കഴിവില്ല ഒരു കാണി പോലും. പരമാത്മാവിൽ നിന്നുള്ള അമ്മയിൽ നിന്നുള്ള കൃപ കാരുണ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിനും കഴിവില്ല. ഒരു കാണി പോലും, ഒരു അംശം പോലും നമുക്ക് ഒന്നിനും കഴിവുണ്ടാവുകയില്ല. ഇങ്ങനെ ഒന്ന് പറയാനോ എടുക്കാനോ ഒന്നിനും കഴിവുണ്ടാവുകയില്ല. നമുക്ക് എത്ര വയ്യെന്ന് പറഞ്ഞാലും ആ ഈശ്വരൻ്റെ ഒരു ശക്തി നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പറയാനുള്ള ആ കൃപ നമ്മളിലേക്ക് വന്നാൽ മാത്രമേ ശക്തനാവൂ, അല്ലെങ്കിൽ അശക്തന്, ശക്തിയില്ലായ്മ. അതുകൊണ്ട് കാരുണ്യമില്ലെങ്കിൽ കഴിവില്ല, ഒരു കാണി പോലും നമുക്ക് ശക്തിയില്ല, കഴിവില്ല. കർമ്മത്തിനെന്നറിയാൻ നമുക്ക് ഒരു കർമ്മം ചെയ്യാനും ശക്തിയില്ല. പണ്ഡിതനാകിൽ എന്താ, നമ്മൾ എത്രമാത്രം പഠിച്ച് പണ്ഡിതനായാലും കാണാതെ എല്ലാവരും ചൊല്ലും, ഇതൊക്കെ കാണാതെ പറയും, പക്ഷേ പഠിച്ച് പണ്ഡിതനാകും. പക്ഷേ ഈശ്വരനിൽ നിന്നുള്ള കൃപ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രേമമാകുന്ന ഭക്തിയിൽ മുഴുകിയെങ്കിൽ മാത്രമേ അമ്മയിൽ നിന്നോ അതായത് പിതാവായ മാതാവായ ഇവർ രണ്ടും ചേർന്നാണ് പരബ്രഹ്മം. അതിൽ നിന്ന് നമുക്ക് കൃപ ഇങ്ങോട്ട് ഒഴുകണമെങ്കിൽ നമുക്ക് അത്രത്തോളം പ്രേമമാകുന്ന ഭക്തിയിൽ പരമാത്മാവിനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ അത് ഭഗവാനിൽ നിന്ന് നമുക്ക് ആ കൃപ വരത്തുള്ളൂ. അപ്പോഴേ നമ്മുടെ അന്ധകാരം, നമ്മുടെ കൂരിട്ട് ഉള്ളിൽ നിന്നെല്ലാം ഒഴുകിപ്പോയിട്ട് അമ്മയിൽ നിന്നുള്ള ആ പരാശക്തി, ശക്തി സ്വരൂപിണിയല്ലയോ, ആ ശക്തിയാകുന്ന ആ പവർ നമ്മളിലേക്ക് ഒഴുകും. കാരുണ്യം അമ്മയിൽ നിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു കാണി പോലും ശക്തിയില്ല കർമ്മം ചെയ്യാൻ. ഇതിപ്പോൾ പറയാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഈ ലോകത്ത് എന്തെല്ലാം കർമ്മങ്ങളാ, ഇതൊക്കെ നമുക്ക് ആത്മാർത്ഥമായി കൃപയോടുകൂടി ചെയ്യണമെങ്കിൽ ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ഫലവത്താകണം. അങ്ങനെ കർമ്മം ഫലത്തോടുകൂടി നമുക്ക് ചെയ്യണമെങ്കിൽ വെറുതെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. പഠിച്ചിട്ട് നമുക്ക് ഇത് കാരുണ്യ സൂര്യവർഷം പൊഴിയും വരയ്ക്കുക എന്താണെന്ന് ആ വ്യക്തി പോലും അറിയുന്നില്ല.
അത് ഉള്ളിലോട്ട് ഇഴഞ്ഞിറങ്ങുന്നില്ല. എന്താ കാരണം? അമ്മയുടെ കൃപ നമ്മുടെ ഉള്ളിൽ. അതുകൊണ്ട് അതേസമയം കാരുണ്യസൂന വരുഷം എന്ന് പറയുമ്പോൾ തന്നെ ആ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകണം. ആ പറയുമ്പം തന്നെ നമ്മളിലേക്ക് വരുന്നുണ്ട്. എന്താ കാരണം? അമ്മയുടെ കൃപ നമ്മളിലേക്ക് ഉണ്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടാകും കൃപ? അത്രത്തോളം പ്രേമമാകുന്ന ഭക്തി നമുക്ക് ഉണ്ടാകണം. അമ്മയോട് എനിക്ക് ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ദരിദ്രനായാലെന്താ, ഞാൻ അശുദ്ധനായാലെന്താ, ഞാൻ എത്ര ജന്മം ജനിച്ചാലെന്താ, എനിക്ക് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. എനിക്ക് അമ്മയിൽ നിന്ന് പ്രേമമാകുന്ന ആ ഭക്തി അങ്ങോട്ട് ഭഗവാനിലേക്ക് എത്തപ്പെടണം. അതിനെനിക്കത് ഉണ്ടാകണം. എനിക്ക് അത്രത്തോളം ഭക്തി വർദ്ധിക്കണമേ, പ്രേമമാകുന്ന ഭക്തി ഉണ്ടാകണം അമ്മേ എന്നുള്ള പ്രാർത്ഥന വരുമ്പോൾ അമ്മ നമുക്ക് ദൈന്യത കാട്ടിയിട്ട് അത് നമ്മളിലേക്ക് ഒഴുകാനുള്ള അവസ്ഥ അമ്മ ഉണ്ടാക്കി തരും. അപ്പോൾ അമ്മയിൽ നിന്ന് നമുക്ക് ദയവും കാരുണ്യവും ഒക്കെ ചൊരിഞ്ഞു വരും, മഴ പോലെ ചൊരിഞ്ഞു വരും. അതുകൊണ്ട് കാരുണ്യസൂന വരുഷം പൊഴിയും വരയ്ക്കും, അമ്മയിൽ നിന്ന് കാരുണ്യം പൊഴിഞ്ഞു വരുന്നത് വരെ എന്തുവരും? മായാപയോധി തരണത്തിന് നീ അശക്തൻ. അമ്മ എന്ന കൃപ നമ്മളോട്ട് വരാത്തടത്തോളം കാലം നമുക്ക് ഈ ലോകത്തിൽ നിന്ന്, ഈ മായാസാഗരത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റുകയില്ല. അശക്തനാണ്. കാരുണ്യം എന്നീ കഴിവിൽ ഒരു കാണി പോലും. അമ്മയുടെ കാരുണ്യം ഇല്ലെങ്കിൽ ഒന്നിനും ഒരു കഴിവില്ല. അല്പം പോലും കാണി പോലും നമുക്ക് കഴിവില്ല. കർമ്മത്തിനെന്നറിയാം. നമുക്ക് എല്ലാം കർമ്മങ്ങളാണ്. ഈ വായിക്കുന്നതും നമ്മൾ ലോകത്തുള്ള എന്ത് കർമ്മം ചെയ്താലും അതിനെല്ലാം നമുക്ക് കഴിവ് വേണമെങ്കിൽ കാണി പോലും അല്ലെങ്കിൽ കഴിവുണ്ടാവുകയില്ല. നമുക്കത് കഴിവ് വേണമെങ്കിൽ, നമ്മൾ ശക്തനാകണമെങ്കിൽ അമ്മയുടെ കാരുണ്യം വേണം. അമ്മയുടെ കാരുണ്യം നമുക്ക് വാങ്ങിക്കണമെങ്കിൽ അതിന് നമുക്ക് നമ്മുടെ പാത്രം വെടുപ്പായിരിക്കണം. നമുക്ക് നമ്മുടെ അന്ധകാരങ്ങളെല്ലാം കഴുകി കളഞ്ഞിട്ട് പരമാത്മാവിൽ എത്രത്തോളം ഭക്തി വർദ്ധിക്കാം. പ്രേമമാകുന്ന ഭക്തിയിൽ അമ്മയെ സ്തുതിച്ച് നമുക്ക് ആ അനുഗ്രഹം, ആ കൃപ, ആ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് ഇന്നത്തെ മനസ്സിലാക്കേണ്ടത്. ഇന്ന് വിഷു ആശംസകളാണല്ലോ. ഇന്ന് അതും കൂടെ ഓർത്തിട്ടാൽ നല്ലൊരു കാര്യമാണ്. നമുക്ക് എല്ലാ ഭക്തമക്കൾക്കും അമ്മയിൽ സ്നേഹിച്ച് അമ്മയുടെ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രേമമാകുന്ന ഭക്തി വരണമേ അമ്മേ. അമ്മ ഇല്ലെങ്കിൽ മറ്റാരും ബന്ധുവായി നമുക്കില്ല. കാരണം നമുക്ക് അല്പം നേരത്തേക്കേ ഉള്ളൂ ഇതെല്ലാം, ബന്ധുക്കളും സ്വന്തവും മക്കളും എല്ലാം. അല്പം നമുക്കുള്ള വല്ലായ്മയും ഒക്കെ വരുന്നൊരു സമയം വരും ആരും നമുക്ക് കാണത്തില്ല. കാരണം ആരെക്കൊണ്ടും പറ്റാത്തൊരു കാര്യമാണ്. ഈശ്വരൻ വിചാരിച്ചാൽ എല്ലാവരും കാണും. നമുക്ക് യോഗം ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാവരും കാണും. യോഗമില്ലെങ്കിൽ ആരും കാണുകയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ യോഗം ഉണ്ടാവും? പരമാത്മാവ് വിചാരിക്കണം. എങ്ങനെ വിചാരിക്കും? നമ്മുടെ ഉള്ളിലെ അന്ധകാരം മാറ്റി നമ്മൾ പരമാത്മാവിൽ അത്രത്തോളം സ്നേഹവും പ്രേമമാകുന്ന ഭക്തിയിൽ മുഴുകുമ്പോൾ ഈശ്വരൻ നമുക്ക് എല്ലാവരെയും ബന്ധുക്കളാക്കി തരും. അത് ആരാത്? ഈശ്വരനായിട്ട്. ഈശ്വരൻ വിചാരിക്കുമ്പോൾ നമുക്ക് എല്ലാവരും കാണും. അങ്ങനെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു കാണി പോലും നമുക്ക് യാതൊന്നിനും ശക്തി കാണത്തില്ല. അതുപോലെ ഒരു മനുഷ്യരും നമ്മൾ തിരിഞ്ഞു പോലും നോക്കുകയില്ല. ആ തിരിഞ്ഞ് നോക്കുന്നത് എങ്ങനെ കിട്ടും? ഈശ്വരൻ വിചാരിക്കും. ഈശ്വരന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. നമുക്ക് സ്വന്തം മക്കളില്ലയോ, അതിന് മക്കളായി ആരെങ്കിലും വരും. അത് അങ്ങനെയാണ്. അത് ഈശ്വരനാണ് ആ കൊണ്ട് തരുന്നത്. അത് പരമാത്മാവ് തന്നെയാണ് നമ്മളെ കൊണ്ട് നമുക്ക് വേണ്ടുന്നത് ചെയ്തു തരുന്നത്. മറ്റൊരാളെ കൊണ്ട് നമുക്ക് തോന്നും അത് ഈശ്വരനാണോ, അത് ഇന്നാരല്ലേ. പക്ഷെ അത് പരമാത്മാവ് അങ്ങനെ ഒരാളിനെ നമുക്ക് തരും. അല്ലാതെ ഒരു ഭക്തനെ ഒരിക്കലും വിഷമിപ്പിക്കത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈശ്വരൻ അത് നമുക്കതിന് യോഗം വരണമെങ്കിൽ നമ്മൾ കർമ്മം ചെയ്യണം. എന്ത് കർമ്മം ചെയ്യണം? ഈശ്വരനെ അറിയണം. ആ പ്രകാശം നമ്മളുടെ ഉള്ളിലായാൽ നമുക്കൊന്നും ബുദ്ധിമുട്ട്. കാരണം ഈശ്വരൻ്റെ മക്കളെ കഴിഞ്ഞത് മറ്റാരെയും ഭഗവാൻ നോക്കുകയുള്ളൂ. അവർക്ക് വേണ്ടതൊക്കെ അവിടെ കൊടുക്കുന്ന എങ്ങനെയാ? നമുക്ക് ഇന്നാരെന്നൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിപ്പോകുന്നുണ്ടോ അതറിഞ്ഞാൽ മതി. ഇന്നാര് തന്നെ ചെയ്യണമെന്നോ എടുക്കണമെന്നോ ഒന്നും നമുക്കിപ്പോൾ നമ്മുടെ മക്കളില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, നമുക്ക് അല്ലെങ്കിൽ ഭാര്യ ഇല്ലെന്ന് വിഷമിക്കേണ്ട, ഭർത്താവില്ലെന്ന് നമ്മൾ ഈശ്വരനെ അറിയുക. അപ്പോൾ നമുക്ക് എത്ര അശുദ്ധനായാലെന്താ, ദരിദ്രനായാലെന്താ, നമുക്ക് എന്താ പേടിക്കേണ്ടേ? ഒരു സ്വന്തം മക്കളെ ആ ഈശ്വരൻ അങ്ങനെ തള്ളിക്കളയോ? അത് കഴിഞ്ഞിട്ടേ മറ്റാർക്കും കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉറച്ച തീരുമാനത്തിൽ നമുക്ക് ഉറയ്ക്കാം നമുക്ക്. കാരണം എന്താ? ഒരു ഭക്തൻ കഴിഞ്ഞേ ആരും ഉള്ളെന്ന്. ഏത് രീതിയിലായാലും ഭഗവാൻ തള്ളിക്കളയുകയില്ല. അത് നമുക്ക് ഉറയ്ക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.